അപ്പോൾ ഇന്ന് ഇതാ അടുക്കളയിലത്തെ ചെടികളൊക്കെ വൃത്തിയാക്കണ ദിവസമാണ് കേട്ടോ. സാധാരണ ഞാൻ ഞായറാഴ്ച രാവിലെയാണ് ഇതൊക്കെ ചെയ്യൽ. ഇന്ന് തീരെ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാ ഞായറാഴ്ചയും ഇത് കറക്റ്റായിട്ട് ചെയ്തു പോകണമാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചെടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിപ്പോൾ നാളത്തേക്ക് മാറ്റി വെക്കണ്ട, എത്ര നേരമായാലും ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് തന്നെ ബാക്കിയുള്ള കാര്യം എന്ന് വിചാരിച്ച്. അപ്പോൾ രാത്രി 10 മണിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് വൃത്തിയാക്കണത്. അപ്പോൾ ഈ സി പ്ലാന്റിൽ കിഴങ്ങ് നിറഞ്ഞിക്കണം ഭരണിയിൽ. സി പ്ലാന്റിൻ്റെ അതിഞ്ഞിപ്പോൾ എന്തായാലും എടുക്കാൻ കഴിയില്ല, കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ. അതേപോലെ മണി പ്ലാന്റിൻ്റെ വേരുകളൊക്കെ ഒരു 2-3 മാസം കൂടുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചെടി ഇല കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ആഴ്ചയിലൊരു ദിവസം ഇലക്കൊന്ന് കഴുകി കൊടുക്കണം കേട്ടോ. നമ്മൾ അടുക്കളയിലൊക്കെ വെക്കുമ്പോൾ നല്ല ബുഷായിട്ട് നല്ല എന്താ പറയുക, നല്ല ഭംഗിയിൽ നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അത് വൃത്തിയാക്കിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതതുപോലെ വെള്ളത്തിലിട്ടാക്കാൻ പറ്റിയ ചെടിയാണ്. ഇതിനാവും നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട, വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതതുപോലെ നെയ്ച്ചോറ്റലാണ് കേട്ടോ. ബിരിയാണി കൈത എന്നൊക്കെ പറയില്ല. ഇതും കുറേ അയക്കണം, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, കുറേ ദിവസം അയക്കണം വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഇതും ഇടയ്ക്കൊന്ന് വേര് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കള എന്തായാലും സെറ്റായി.